ഹലോ, നമ്മളൊരു ചെറിയൊരു കാര്യം കാണിക്കാവേ. നമ്മൾ ഇതുവരെ വണ്ടിയിൽ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അതായത് നമ്മൾ സെൽഫായിട്ട് തന്നെ വണ്ടിയുടെ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് ക്ലീൻ ചെയ്യുന്നത് കണ്ടു. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗുകൾ മാറി, അതേപോലെ തന്നെ ഇഞ്ചക്ഷൻ കറക്റ്റാക്കി ഫ്യൂൽ ഫിൽറ്ററുകൾ മാറി, എയർ ഫിൽറ്റർ ചെക്ക് ചെയ്തു. അങ്ങനെയുള്ള വണ്ടിയുടെ ഓക്സിജൻ സെൻസർ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തു. അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആ വയറിംഗ് എല്ലാം കറക്റ്റാക്കി, അതായത് ഓക്സിജൻ സെൻസറിൻ്റെ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോ കണ്ടില്ലേ. അപ്പം ഇന്ന് അതിൻ്റെ റിസൾട്ട് ഉണ്ടല്ലോ, അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഐഡിയയിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. വണ്ടി ചെക്ക് ചെയ്യുമ്പോഴത്തേനും വണ്ടിക്ക് എക്സോസ്റ്റിൽ നിന്നും പുകകൾ വരുന്നില്ല. അതുമാത്രമല്ല, വണ്ടിയുടെ ടെയിൽ പൈപ്പിൽ നിന്നും നമുക്ക് കണ്ടോ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കിട്ടുന്നുണ്ട്. എന്താണ് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കിട്ടുന്നതിൻ്റെ ഇൻഡിക്കേഷൻ അറിയോ? വണ്ടിയുടെ എഞ്ചിൻ കറക്റ്റായിട്ട് കമ്പഷൻ നടക്കുകയും അത് സ്റ്റീം രീതിയിലോട്ട് പോയിട്ട് കണ്ടൻസേഷൻ നടക്കുകയും ചെയ്യുന്നതിൻ്റെയാണ് ഇങ്ങനെയുള്ള. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ നമ്മുടെ ഓക്സിജൻ സെൻസറിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണ്. അതായത് 0.45 എന്നുള്ള മില്ലി വോൾട്ട് കറക്റ്റായിട്ട് കിട്ടണം. അത് നമ്മുടെ വണ്ടിയിൽ ഇപ്പം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അത് നാരോ ബാൻഡ് സെൻസർ ആയതുകൊണ്ട് തന്നെ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതെന്താണെന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം നമ്മുടെ അടുത്ത അപ്ഡേഷനാണ് ഈ ഓക്സിജൻ സെൻസറും അതേപോലെ ഇതിനൊരു ചെറിയ കൺട്രോളറും കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ വൈഡ് ബാൻഡ് ഓക്സിജൻ സെൻസറാണ് വേണ്ടത്. അതായത് ബോഷിൻ്റെ LSU 4.2 എന്ന് പറയുന്ന ഒരു വൈഡ് ബാൻഡ് സെൻസറുണ്ട്. ഇൻബിൽട്ടായിട്ട് അതിനുള്ളിൽ തന്നെ ഒരു പമ്പിങ് സംവിധാനമൊക്കെ ഉണ്ട്. അതായത് എത്രത്തോളം ഓക്സിജൻ ഉണ്ട് എന്നുള്ളൊരു ഫീഡ്ബാക്ക് എടുക്കാനും സെൻസ് ചെയ്യാനും ഒരു സെൻസിങ് ചേമ്പറും കാര്യങ്ങളും അതാണ് കറക്റ്റ് വെക്കേണ്ടത്. പക്ഷേ അതിൻ്റെ വില 13,000 സംതിങ് വരും അതിന് തന്നെ. പിന്നെ അതിൻ്റെ കൺട്രോളറും ഉണ്ടാക്കണം, നല്ല ചിലവാണ്. അപ്പോൾ അതുകൊണ്ട് സാമ്പിളായിട്ട് നമ്മൾ വേറൊരു ഓക്സിജൻ സെൻസർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് സർക്യൂട്ടും കാര്യങ്ങളും ഉണ്ടാക്കി ഈ 0.45 എന്നുള്ള ആ ഒരു മില്ലി വോൾട്ട് സിഗ്നൽ സ്റ്റേബിൾ ആക്കുക. കാരണം ഇപ്പോൾ വണ്ടികളിൽ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇപ്പം ആ വണ്ടിയുടെ കമ്പഷൻ കറക്റ്റാണ്, എപ്പോൾ ഐഡിയൽ സ്റ്റേജിൽ കറക്റ്റാണ്. പക്ഷേ വണ്ടി ഓടി തുടങ്ങുമ്പോഴത്തേനും അത് മാറാൻ തുടങ്ങും. കാരണം ഫ്ലക്ച്വേഷൻസ് നാരോ ബാൻഡിൻ്റെ ഭയങ്കര കൂടുതലാണ്. അതായത് 0.8, 0.9 ആ രീതിയിൽ അങ്ങോട്ട് പോകും. 0.2 മുതൽ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ആവും. പക്ഷേ വൈഡ് ബാൻഡിനെ സംബന്ധിച്ചാൽ അങ്ങനെയല്ല. എങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ 0.45 എന്നുള്ള ആ ഒരു റേഞ്ചിൽ നിൽക്കും. ഇത് വൈഡ് ബാൻഡ് അല്ല, ഇത് നാരോ ബാൻഡ് തന്നെയാണ്. പക്ഷേ ഈ നാരോ ബാൻഡ് വെച്ചിട്ട് വൈഡ് ബാൻഡിൻ്റെ പെർഫോമൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു സംഭവം ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു വീഡിയോ ആണ് ഇനി അടുത്തത്. അതായത് ഫേസ് 1 അപ്ഡേഷനാണ്. അപ്പം ഇപ്പോൾ വരെയുള്ള ആ റിസൾട്ട് കിട്ടിയപ്പം സന്തോഷമുണ്ട്. അത് നിങ്ങളൊന്ന് അറിയിക്കാനാണ് ഈ വീഡിയോ. താങ്ക്